നമസ്കാരം. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങൾ ആഘോഷിച്ച ഫേസുമായിട്ടുള്ള സംഭാഷണം ഈ എപ്പിസോഡിലും തുടരുകയാണ്. ആരാണ് ഫേസ്? ഒരുപക്ഷെ ഈ കേസും വിവാദങ്ങളും ഫേസിൽ സൃഷ്ടിച്ച പരിവർത്തനം എന്താണ്? താങ്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ കൂടെ യാത്ര ചെയ്തു. ഉമ്മൻചാണ്ടിയായിട്ട് നല്ല ബന്ധമുണ്ട്. അസംബന്ധമാണ്, യാത്ര ചെയ്തിട്ടില്ല. ഉമ്മൻചാണ്ടി ബന്ധമുണ്ടോ? ഞാനില്ല, ദുബായിൽ വരുമ്പോൾ ചിലപ്പോൾ കണ്ടു കാണാം. എനിക്കറിയാം ഫൈസ, ഉമ്മൻചാണ്ടിയായിട്ട് താങ്കൾക്ക് ബന്ധമുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടിയോ അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയോ അല്ല ആഭ്യന്തരമന്ത്രിയോ എന്നുള്ളതല്ല ഇവിടുത്തെ. രമേശ് ചെന്നിത്തല താങ്കളും കൂടി നിൽക്കുന്ന ഫോട്ടോ ഇപ്പൊ ആർക്കും എടുക്കാല്ലോ. താങ്കൾക്ക് രമേശിനെ അറിയില്ലേ? അറിയാം, അറിയില്ല എന്നല്ല ഞാൻ പറയുന്നത്. പുള്ളിക്ക് എത്രത്തോളം എന്നെ ഉൾക്കൊള്ളുന്നത് ഇപ്പൊ ഞാൻ നിങ്ങളോട് താങ്കൾ തമ്മിൽ ഒരുമിച്ച് യാത്ര ചെയ്യുന്നുള്ളതാണ്. ദൈവ മോശം കൊണ്ട് ഞാൻ കുറച്ച് നിങ്ങളപ്പോ ദുബായിൽ വന്നിരുന്നല്ലോ, എന്തോ കാര്യം എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല. അല്ല നിങ്ങൾ വരുന്നു ബ്രിട്ടാസുമായിട്ട് ബന്ധം. ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുമായിരുന്നു. എന്തായാലും ആ കാർഡ് അവിടെ ഇരിക്കട്ടെ. ഇതുപോലെ തന്നെയാണ് എല്ലാവരെയും പരിചയപ്പെടുന്നത്. ഈ കാർഡ് ഇരിക്കട്ടെ, എനിക്കൊരു കുഴപ്പമില്ല. പ്രേക്ഷകരുടെ സമക്ഷമാണ് ഫൈസിന്റെ കാർഡ് മേടിക്കുന്നത്. രണ്ടാമത്തെ കാര്യം, ഒരു മാധ്യമ പ്രവർത്തന നിലയിൽ ആരുമായിട്ടും എപ്പോഴും ബന്ധപ്പെടുന്നതിൽ യാതൊരു തകരാറുമില്ല. താങ്കൾക്ക് ആവശ്യത്തിന് പണം കിട്ടിയിരുന്നത് റിയൽ എസ്റ്റേറ്റിൽ ഞാൻ മാത്രമല്ല, ഇന്ന് എത്ര ആൾ കാശാക്കി കാണും? എത്ര പേരുടെ കാശ് പോയി? ഒരാൾക്ക് പോകാൻ മറ്റൊരാൾക്ക് കിട്ടുമോ? താങ്കൾക്ക് മുഴുവൻ കിട്ടിയിട്ടുള്ളൂ. എന്നെ അപേക്ഷിച്ചിടത്തോളം വാങ്ങാനും നിങ്ങൾ വാങ്ങിക്കാൻ. എവിടെയാണ് താങ്കളുടെ കച്ചവടം നടന്നത് മുഴുവൻ? കൊച്ചിയിലാണോ കോഴിക്കോടാണോ? എൻ്റെ ദുബായിലാണ് റിയൽ എസ്റ്റേറ്റ്. ദുബായിലാണ്. നിങ്ങൾ ആ കാർഡിൽ നോക്കിയേ, മക്തൂം പ്രോപ്പർട്ടീസ് എന്നുള്ളത് ലത്തീഫ് ബായ് എന്ന് പറയുന്ന പുള്ളി. ഞാൻ വടകരയിൽ നിന്ന് ബേക്കറിയിൽ ഒരു ഇഷ്യൂ വന്നു. വളരെ എനിക്കറിയാം. അതെ, നിങ്ങൾക്ക് അറിയാം. ലത്തീഫിന്റെ വൈഫിന്റെ പേരിലുള്ള കാറല്ലായിരുന്നോ മറ്റേ ശൃംഗാരവേലിന് കൊടുത്തത്? അതെ. അതിന് മുമ്പ് ഏതോ ബൈക്ക് കൊടുത്തിരുന്നോ? ബൈക്ക് കൊടുത്തിരുന്നു. അതെ, അതേ സിനിമയ്ക്കായിരുന്നു. സിനിമക്കാരില്ല, ചുമ്മാ ബൈക്ക് കൊടുത്തിരുന്നു. കൊടുക്കുക മീൻസ് വിൽക്കുക എന്നാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഫൈൻ. എനിവേ, അപ്പം ലത്തീഫ് എന്ന് പറയുന്ന ആ പാവൻ ചെയ്ത തെറ്റെന്താണ്? എനിക്കൊരു ജോലി തന്നു. എനിക്ക് ബേക്കറി ബിസിനസ് ആയിരുന്നു. ലത്തീഫ്, ഒരു സെക്കൻഡ്, ലത്തീഫ് ടെലിവിഷനിൽ, കൈരളി ഉൾപ്പെടെയുള്ള ടെലിവിഷനിൽ ലത്തീഫ് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇത് ലത്തീഫ് പറഞ്ഞാണ്, ഞാൻ കേട്ടിട്ടില്ല ഒന്നും. ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ നുണ പറയുന്ന ആളല്ലോ. ഫസ്റ്റ് 50 ദിവസം കാക്കനാട് ജയിലിലായതുകൊണ്ട് ഞാൻ നുണ പറയോ? ടി വി ഇല്ല. നുണ പറയോ? നുണ പറയുന്നത് ലത്തീഫ് പറഞ്ഞാൽ എന്നെ വിസ്മയിച്ച വൈദഗ്ധ്യമുള്ള ആളായിരുന്നു ഫൈസ്. നിരവധി വൻ പുള്ളികളെ ടെലിവിഷനിൽ മാത്രം കണ്ട് ആരാധിച്ചിരുന്ന ആൾക്കാരെയൊക്കെ കൂട്ടിക്കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുന്നത് ഈ ഫൈസായിരുന്നു. ഈ രമേശിനെയും എം ഹസനെയും ഒക്കെ എൻ്റെ അടുത്തേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് ഫേസായിരുന്നുവെന്ന് ലത്തീഫ് ഓൺ റെക്കോർഡ് ടെലിവിഷൻ പറഞ്ഞു. ലത്തീഫ് കള്ളം പറഞ്ഞാണോ? അത് ഞാൻ ലത്തീഫിൻ്റെ അടുത്ത് രമേശിനൊന്നും കൂട്ടി പോയിട്ടില്ല. ലത്തീഫിന്റെ അടുത്ത് രമേശ് പോയിനുണ്ടോ ഇല്ല എന്നത് രമേശിനോട് ചോദിച്ചാൽ മനസ്സിലാവും. താങ്കളും അവർ ഒരുമിച്ചിരിക്കുന്ന പടവല്ലേ സാറേ പുറത്തു വന്നത്? ഒരു പടം എടുക്കാൻ ഞാൻ ഞാൻ വീണ്ടും ചോദിക്കുന്നു. ഇരട്ട കൊലപാതകം കഴിയുന്നു, അത് കഴിഞ്ഞ് വേറൊരു കൊലപാതകം കൂടി ഫേസിന്റെ മുകളിൽ വന്നു, പ്രിയങ്കാവധം. യെസ്, അവർ അമ്മ തന്നെ അതിനുള്ള മറുപടി പറഞ്ഞിട്ടുണ്ട്. ഈ ഇതാരെ ഉന്നയിച്ചാരാണ്? ഈ കേസിലെ പ്രതി. അവൻ പത്രസമ്മേളനമൊക്കെ വിളിച്ചു. പക്ഷെ അതുപോലെ ഞാൻ തരം താഴാൻ ആഗ്രഹിക്കുന്നില്ല. ആ പുള്ളി ആരാണ്? അവൻ്റെ പേരിൽ എത്ര കേസുണ്ട്? അവൻ്റെ ബ്രദേഴ്സിൻ്റെ പേരിൽ എത്ര കേസുണ്ട്? അത് നിങ്ങൾ പത്ര സുഹൃത്തുക്കൾ ഏതെങ്കിലും ഒന്ന് കിട്ടിയാൽ അതിൻ്റെ പുറകെ മാത്രമേ പോകുന്നുള്ളൂ. ആ വ്യക്തിക്ക് എത്ര കേസുണ്ട്? നിങ്ങൾ ഇത് ഒന്ന് അന്വേഷിക്കണം. അത് താമരശ്ശേരി പോലീസ് സ്റ്റേഷൻ ലിമിറ്റിൽ അന്വേഷിച്ചാൽ മനസ്സിലാവും എത്ര കേസുണ്ട്. കള്ളം കെട്ടോ കേസിലെ പ്രതിയാണോ? ഒന്ന് നിങ്ങൾ ചുമ്മാ അന്വേഷിക്കുക. നിങ്ങൾ പത്ര സുഹൃത്തുക്കൾ എൻ്റെ പുറകെ മാത്രമല്ല വരേണ്ടത്. ആ പറയുന്ന വ്യക്തിയുടെ ബാക്ക്ഗ്രൗണ്ട് അറിയണം, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് അന്വേഷിക്കണം. താങ്കൾക്ക് പ്രിയങ്ക അറിയായിരുന്നു? എനിക്ക് പ്രിയങ്ക ഒരു തവണ കണ്ടിട്ടുണ്ട്. ഈ സംഭവം നടന്നതിന് ശേഷമാണ്, ഈ കോലാഹലങ്ങൾ കണ്ടപ്പോഴാണ് ഇതാ സംഭവം. അവളമ്മ കല്യാണം കഴിച്ച് ഭാര്യ ഭർത്താവായി ജീവിക്കുന്ന ആൾ പ്രശ്നം വന്ന് സൂയിസൈഡ് ചെയ്തതിന് എൻ്റെ തലയിൽ കയറിയിട്ട് എന്ത് കാര്യം? അല്ലേ, ഞാൻ ചോദിച്ചോട്ടെ, ഞാനാരാ? സൽമാൻ ഖാനോ? ഈ പറയുന്ന സ്ത്രീകളൊക്കെ ഏതോ സിനിമയിൽ അല്ലല്ല, ഏതോ തൊട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ നിന്ന പന്തൽ കഴിക്കാൻ നേരം ഉണ്ടാവില്ല പണ്ട് ഇയാൾ പറഞ്ഞിട്ടുണ്ട്, മധു. അതുപോലെ ഈ പോന്ന കൊലപാതകങ്ങൾ തേച്ചു എൻ്റെ പേരിൽ, വരുന്ന സ്വർണം തേച്ചു എൻ്റെ പേരിൽ. എന്താണ് ഫൈസേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. എന്നോടൊരു CBI ഉദ്യോഗസ്ഥൻ പറഞ്ഞത്, ഇപ്പം കേരളത്തെ നടിയെ വിടുക, മിസ് സൗത്ത് ഇന്ത്യയുടെ ടെലിഫോൺ പരിശോധിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ കോളുകൾ ഇപ്പോൾ ആരാണ് സൽമാൻ ഖാൻ ചോദിച്ചതിൻ്റെ താങ്കൾ സൽമാൻ ഖാനാണോ എന്ന് ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് അയാൾ ആത്മഹത്യ എന്നെ അയാളൊക്കെ താരതമ്യം ചെയ്താൽ സൽമാൻ ഖാൻ വന്ന് ഈ കാലിൽ പൂജിക്കും. അതാ സംഭവിക്കാൻ ഗുരുദക്ഷിണ തരും. എത്രയോ വിളികൾ പോട്ടെ, വിട്ടുകളാ.
അപ്പോൾ പ്രിയങ്ക വധം, മംഗലാപുരം ഇരട്ട കൊലപാതകം അതെല്ലാം കഴിയുന്നു. ഫെയ്സലിൻ്റെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നു. ആ മാറ്റം എന്ന് പറയുന്നത് എൻ്റെ ജയിൽവാസമാണ്. എവിടെ? എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ മാറ്റം വന്നത് എൻ്റെ ഈ ജയിൽ ജീവിതമാണ്. 415 ദിവസം ജയിലിൽ കിടന്നു. അത് ചെറിയൊരു അനുഭവമല്ല. ജയിൽ ചെറിയ ആൾക്ക് പുച്ഛമാണ് വരാൻ. ഇന്നും നിങ്ങൾ ഇതുവരെ ജയിലിൽ പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടുണ്ട്. ജയിലിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടോ? ജയിലിനകത്ത് കയറി ഞാൻ പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട്, പക്ഷേ ജയിൽ പുള്ളി ആയിട്ടില്ല. ജയിൽ എല്ലാവർക്കും അറപ്പാണ്. ഒരു അറപ്പും എനിക്കില്ല. ഇല്ല, നിങ്ങൾക്കില്ല. മഹാത്മാഗാന്ധി, ഒരുപാട് ആൾക്കാർ, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, EMS, അതൊക്കെ പഴയ കാലം. ഇപ്പൊ ഞാൻ നല്ല ഫേസ് കിടന്നില്ല. ഇപ്പം സഹാറ ചെയർമാൻ ഉള്ളത് എവിടെയാണ്? തിഹാർ ജയിലിലാണ്. അതെ, നിങ്ങളെ പത്ര റിപ്പോർട്ടർ തെഹൽക്ക പുള്ളി. ഓക്കെ, ഫൈൻ. പുള്ളി ഇല്ല, ഒരു മിനിറ്റ്. സൂര്യാസ്തമനം, അതാ ഞാൻ പറയുന്നത്. താങ്കളുടെ സൂര്യൻ അസ്തമിച്ചു, താങ്കൾ ജയിലിലേക്ക് പോകുന്നു. ഞാൻ ജയിൽ അല്ല, എൻ്റെ ജയിൽ ജീവിതം ഞാൻ പറഞ്ഞത്. ബിക്കോസ് ജയിൽ എല്ലാവർക്കും പുച്ഛെന്ന് പറയാൻ കാരണം ഞാൻ പറഞ്ഞുതരാം. അവിടെ അറിഞ്ഞും അറിയാതെ ചെയ്തു വന്ന ഒരുപാട് പാവങ്ങളുണ്ട്. എല്ലാവരും എൻ്റെ അടുത്ത് സംസാരിക്കാൻ വരും. എല്ലാവരും വരും. ഞാൻ അവിടെ ഇവിടെ നിങ്ങൾ പത്രക്കാരടിച്ച് കയറുക. അവിടെ പോയപ്പോൾ സാധാരണ ജയിലിൽ വന്ന എല്ലാവരും ഇതാണ്. അവിടെ എല്ലാവർക്കും ഭയങ്കര വിനയവും ബഹുമാനവും. ഫൈസനെ ഹീറോ ആയിരുന്നു അവിടെ. ജയിലിൻ്റെ ഉള്ളിൽ ഹീറോ ആവാൻ വേണ്ടി ആരും പോവില്ല. പക്ഷേ ആയിപ്പോയല്ല. ആൾക്കാർ സംസാരിക്കും. ഞാൻ പറയില്ല, ലോ പ്രൊഫൈലുണ്ട്, ഹൈ പ്രൊഫൈൽ എന്നുള്ള എനിക്ക് അങ്ങനെ ഒരു ഇപ്പം ഇന്നേ പ്രതി അല്ലെങ്കിൽ ഇന്നേ എന്നല്ല. ഒരു മനുഷ്യൻ വലിയ കൊടും കുറ്റവാളിയായിട്ട് ബന്ധപ്പെടും, കൊലപാതകമായിട്ട് ബന്ധപ്പെടും, പത്രപ്രവർത്തകരായിട്ട് ബന്ധപ്പെടും, പത്രപ്രവർത്തകരായിട്ട് ബന്ധപ്പെടും, സിനിമാക്കാരുമായിട്ട് ബന്ധപ്പെടും, എല്ലാവരുമായിട്ടും. നിങ്ങൾ മീഡിയ മാറ്റി വെക്കരുത്, രാഷ്ട്രീയക്കാരെ ബന്ധപ്പെടും. ജയിലിലെ അനുഭവം പറ. ജയിലിലെ അനുഭവം ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ജയിലിലൊരു എന്നെ ഏറ്റവും കൂടുതൽ അലട്ടിയത്. ഞാൻ പരാതി കൊടുത്തു, പിന്നെ ചീഫ് സെക്രട്ടറിക്ക് അടക്കം പരാതി കൊടുത്തു. പക്ഷേ ആ പരാതി ഇന്നും ചീഫ് സെക്രട്ടറി കിട്ടിയിട്ടില്ല. എന്താണ് പരാതി? ജയിലിൽ ഞാൻ എൻ്റെ സ്വദേശം മാഹിയാണ്. ബഹുമാനപ്പെട്ട ഇതല്ല, ഈ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 1/8 കൊടുത്ത പരാതിയാണ്. 1/8 ഓഗസ്റ്റ് 1 അതെ. എന്തായിരുന്നു പരാതി? പരാതിൻ്റെ വിഷയം ഞാൻ പറയാം. ബിക്കോസ് 1 കൊടുത്തതാണ് ഈ പരാതി ഇതുവരെ ചീഫ് സെക്രട്ടറിക്ക് എത്തിയിട്ടില്ല. ഞാനൊരു ഡിറ്റനീവാണ്. എൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം സംസ്ഥാന ചീഫ് സെക്രട്ടറി ആയിട്ടാണ് സമ്പർക്കം. ഞാൻ എന്ത് കൊടുത്താലും കൊടുക്കും. മോഹൻദാസ് എന്ന് പറയുന്ന സിംഗിൾ സ്റ്റാർ ഒരു പുള്ളി, മോഹൻദാസ് ഒരു ഉദ്യോഗസ്ഥൻ. എൻ്റെ വീട് മാഹിയാണ്. മാഹി എന്നാണ് ഞങ്ങൾ വരുന്നത്. മാഹി കോടിയേരി സ്വദേശതാണ്. എൻ്റെ ഇപ്പം താമസിക്കുന്നത് കോടിയേരിയിലാണ്. മാഹിയിലാണ് വീട്. മാഹി അറിയാലോ, എല്ലാവർക്കും അറിയാം. അത് വളരെ വിദേശമദ്യം സുലഭമായി. ഇയാൾ ഫുൾ ടൈം ഡ്രിങ്കിലാണ് ഡ്യൂട്ടിക്ക് വരുള്ളൂ. ഈ മോഹൻദാസ് ഫുൾ ടൈം ഫിറ്റിലെ വരും. തെറി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഫസ്റ്റ് എനിക്കറിയില്ല. കണ്ണൂർ ജില്ലയിലെ തെറിയും തിരുവനന്തപുരം തെറിയിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഞാൻ ഒരിക്കലും പറയാൻ, ഒരുപാട് വ്യത്യാസം ഈ ഷോയിൽ പറയാൻ പറ്റില്ല. അയ്യോ, ഒരിക്കലും ഞാൻ തരം താൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ ഒരു അനുഭവം ഫുൾ ഫിറ്റിലാണ്. ഇത് ഫുൾ ടൈം. അത് പുള്ളിക്കാരൻ ഇൻ്റർവ്യൂവിന് വരുമ്പം ബ്രദറിനോട് വാങ്ങിച്ചുകൊണ്ടിരാൻ പറഞ്ഞു. താങ്കളെ കാണാൻ വന്നപ്പോൾ ഇൻ്റർവ്യൂ ബുധനാഴ്ച വരുമല്ലോ, മാഹിന്ന് വരികയല്ല. ഞാൻ പറഞ്ഞു ആവശ്യത്തിൽ കൂടുതൽ ഫയാസിൻ്റെ അനുജൻ വിദേശ മദ്യമായി പിടിയിൽ. ഇനി അതും കൂടി വരാൻ ബാക്കിയുള്ളൂ. എല്ലാത്തിനും കുടുംബം എന്താ പറയുക, ടെൻഷൻ അടിച്ച് മരിക്കുകയാണ്. എന്നെക്കൊണ്ട് ഞാൻ ഒറ്റക്കാരാണ്. എൻ്റെ ബ്രദേഴ്സിന് പ്രശ്നം, എല്ലാവർക്കും പ്രശ്നം. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എൻ്റെ വിഷമവും എൻ്റെ പ്രയാസവും നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലാവില്ല. കാരണം വെച്ചാൽ എൻ്റെ കുടുംബം അനുഭവിക്കുന്നത് ജയിലിൽ കിടക്കാന്നൊക്കെ അവർ പണ്ട് സിനിമയിൽ കാണുന്ന ജയിലാണ്. ഇത് ഈ മുക്കിക്കുളികളും പാട്ടടിയും അതെല്ലാം ഉമ്മയൊക്കെ പ്രതീക്ഷിക്കുന്നത്. സിനിമ പണ്ട് കണ്ട ആ ജയിലാണ്. പക്ഷെ ദൈവാനുഗ്രഹം അവിടെ ഉണ്ടായില്ല. പക്ഷേ എല്ലാ തടവുകാർക്കും എന്നൊരു വിനയമായിരുന്നു. അത് നിങ്ങൾ മാധ്യമ കാലി തുടരണം. എന്തുകൊണ്ട്? അമ്മാതിരി ബൂസ്റ്റിംഗ് ആണല്ലോ തന്നത്. ഫയാസ് എവിടെ നോക്കിയാലും ഞാൻ തന്നെ. പത്രം എടുത്താൽ ഫസ്റ്റ് പേജിലുണ്ടാവും ഷട്ടിൽ കോട്ട്, കിച്ചൺ അടിച്ച് ലെവലാക്കി അങ്ങോട്ട് വരുന്നു. അപ്പോൾ താങ്കൾ ഈ മോഹൻദാസ് എന്ന് പറഞ്ഞ വ്യക്തി കള്ള് കൊടുക്കാത്തതിന് എന്ത് ചെയ്തു? പരസ്യമായി എൻ്റെ മരിച്ച ബാപ്പായെയും തെറി വിളിക്കുകയും എന്നോട് പറയാ, നീ മേത്തർ എവിടെ നിന്ന്? മേത്തർ എന്ന് പറഞ്ഞാൽ മുസ്ലിം മേത്തർ എന്താണ് പേരാണല്ലേ? എനിക്കറിയില്ല. ഞാൻ പറയില്ല, എനിക്ക് കണ്ണൂരും എൻ്റെ സ്ലാങ്ങിലും ജാതി ഉപയോഗിച്ചിട്ടാണ്. അതെ, എന്നോട് നിനക്ക് പറയാം. ഞാൻ മതം വർഗീയ രീതി എന്തൊക്കെയാ പറഞ്ഞ പുള്ളി എന്നെ രാജ്യദ്രോഹി എന്ന് വിളിച്ചു. നീ രാജ്യദ്രോഹിയാടാ, നീ മേത്തറാടാ, നീയൊക്കെ നാട് നിർത്തിയൊക്കെ എന്നാ മേത്തർ എന്ന് എനിക്ക് தெரிஞ்சു. ഞാൻ വെച്ച് ഈ പേരാണ് എന്തുവാന്ന് മനസ്സിലാകുന്നില്ല. മുസ്ലിം ആക്ഷേപിക്കൽ മാത്രമോ? ഞാൻ പറയലേ,
ഞാൻ പറഞ്ഞില്ല ഞാൻ പറഞ്ഞില്ല തരം താഴാൻ ഞാൻ അത്രയും ലോ പ്രൊഫൈൽ അതിൻ്റെ അടിയിൽ പരാതി കൊടുത്തു. താങ്കൾ പരാതി കൊടുത്തു. അങ്ങനെ പരിഹാരം ഉണ്ടായില്ല. ഉദ്യോഗസ്ഥൻ പറഞ്ഞു ഞങ്ങൾ തന്നെ നടപടി. എൻ്റെ അഡ്വക്കേറ്റ്സ് വന്നു. അഡ്വക്കേറ്റ് പിറ്റേന്ന് വന്നു. അഡ്വക്കേറ്റ് വന്നു കേസ് ഫയൽ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ പറഞ്ഞു ഞങ്ങൾ ഡിപ്പാർട്ട്മെൻറ്റ് വന്നില്ല. ഞാൻ DGPക്കും പരാതി കൊടുത്തു. DGPക്കും പരാതി എത്തിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. DIGക്ക് കൊടുത്തു. അതിൻ്റെയൊക്കെ കോപ്പിയാണ്. ഇതെങ്ങനെ വന്നെന്ന് നിങ്ങൾ ചോദിക്കരുത്. ജയിൽ സീലുള്ളതാണ്, വെറുതെ അല്ല. 1/8 ജയിലിലുള്ള കത്ത് ബന്ധപ്പെട്ടവർക്ക് കിട്ടിയിട്ടില്ല. ഇല്ല, അവരൊക്കെ മുക്കുകയാണ്. മുക്കുക മീൻസ് അത് കൊട്ടയിലിട്ടോ ഇല്ലേ എന്നുള്ള അറിയില്ല. എല്ലാം പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് കൊടുത്താൽ ഇനി താങ്കൾ ഈ കത്ത് ഏറ്റവും വൃത്തി. ഞാൻ പറഞ്ഞില്ല, എന്നെ താമസിപ്പിച്ചിരിക്കുന്നത് കൊടും കുറ്റവാളികൾ കൂടിയായിരുന്നു. പക്ഷെ അവിടെ താങ്കളുടെ ഹീറോയായി മാറിയല്ലേ. ഹീറോ ഒരു കോഫി പോസ്റ്റ് ഡിറ്റനീവിനെ തനിച്ചിടണം. ഈ എല്ലാ ക്രിമിനൽസിൻ്റെ കൂടി ഇടാൻ പാടില്ല. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ല, എൻ്റെ മറവിൽ 1000 സ്വർണ്ണങ്ങൾ ഇറങ്ങുകയാണ്. അവർക്ക് എന്ത് ചെയ്യാം? എന്നെ ഫിനിഷ് ചെയ്യാം അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട്. ഇന്ന് ഇപ്പോഴത്തെ കൊലപാതകം എന്നല്ല പറഞ്ഞാൽ അറിയാമല്ലോ, ഞാൻ പറയണമെന്നില്ലല്ലോ. അതും കൊടും ക്രിമിനൽസായ ആൾക്കാർ ജയിലിൽ DGP വരുമ്പോൾ എന്ത് ചെയ്യും? ലോക്ക് ചെയ്തിടും. എൻ്റെ ബ്ലോക്കിലേക്കുള്ള മൊത്തത്തിലുള്ള പാവങ്ങളെ ലോക്ക് ചെയ്തിടും. ആഭ്യന്തരമന്ത്രി ജയിൽ സന്ദർശിച്ചു. ഏറ്റവും കൂടുതൽ 70 വയസ്സും 60 വയസ്സുമായ പ്രായമുള്ള ആൾക്കാരും ആ 7ാം ബ്ലോക്കിലുണ്ട്. ആ പാവപ്പെട്ടവരൊക്കെ പരാതിയായി ബഹുമാനപ്പെട്ട മന്ത്രിക്ക് പരാതിയായി നിന്നു. ഞാനും നിന്നു. മന്ത്രി വന്നില്ല. 7ാം ബ്ലോക്കിൽ മാത്രം വന്നില്ല. അന്ന് ആ ഹോം മിനിസ്റ്റർക്ക് എഴുതി വെച്ച പരാതിയാണ്. എനിക്കും കൊടുക്കാൻ പറ്റിയില്ല. എന്തുകൊണ്ട്? എന്നെക്കൊണ്ട് ആ പാവങ്ങൾ എന്നെ ഒരുപാട് ശാപിച്ചു. നീ ഒറ്റ ഒരുത്തിൻ്റെ ഇതിൽ കിടക്കുന്നുണ്ടാണ്. ഞങ്ങളെ 90 വയസ്സുള്ളൊരു പ്രായമുള്ള ആൾ എന്നോട് പറഞ്ഞു. ആഭ്യന്തരമന്ത്രിയോട് എനിക്ക് എൻ്റെ സങ്കടം പറയാൻ പറ്റില്ല. കാരണം എന്താ? ജയിൽ ഉദ്യോഗസ്ഥർ അവിടെ എൻ്റെ സെല്ലല്ല പൊട്ടുന്നത്. 7ാം ബ്ലോക്ക് എന്ന് പറയുന്ന ഒരു ബ്ലോക്കാണ്. അതിൽ 4 റൂമുണ്ട്, 100 തടവുകാരുണ്ട്. അതിലൊരു റൂമിലാണ് എന്നെ പാർപ്പിച്ചിരിക്കുന്നത്. താങ്കളെ പീഡിപ്പിച്ചോ അവിടെ? വേറൊരു തരത്തിൽ ഈ ഉദ്യോഗസ്ഥനല്ലാതെ വേറൊരു തരത്തിലുള്ളത്. പിന്നെ വേറൊരു കേസുണ്ട്. അതിപ്പോൾ എന്തായാലും വിജിലൻസ് കോർട്ടിൽ ഫയൽ ചെയ്യാൻ പോകണം. ജയിൽ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ പോക്കറ്റിലാക്കിയെന്ന് അങ്ങനെ അവിടെ ബാഡ്മിൻ്റൺ കോർട്ട് പണിത് ശരീരമൊക്കെ നല്ല അഭിവൃദ്ധിപ്പെടുത്താനും പുഷ്ടിപ്പെടുത്താനും. ഞാൻ ബാഡ്മിൻ്റൺ കോർട്ടിൽ ഉണ്ടാക്കുന്നു. ഞാൻ വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജയിലിലുള്ള മേധാവിയോട് ചോദിച്ചാൽ മനസ്സിലാവും. ആ കെട്ടിടം പൊളിച്ചത് ഞാൻ ജയിലിൽ വരുന്നതിൻ്റെ എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ജയാനന്ദൻ പത്രങ്ങളാണ് എഴുതിയത്. അതെ, അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ പ്രധാനപ്പെട്ട പത്രങ്ങൾ ജയിലിൻ്റെ ഉള്ളിൽ നടന്നൊരു കാര്യം ജയിൽ ഉദ്യോഗസ്ഥൻ മോഹൻദാസ്, ഈ നിങ്ങൾ പറയില്ല, ഈ മനോരമയുടെ ഒരു ലേഖകൻ, എന്തോ പുള്ളിക്ക് എന്നോട് വെറുപ്പ് എനിക്കറിയില്ല, ജി വിനോദ് സംതിങ് പേര്, പുള്ളിയാണ് ഇതിൻ്റെ മാസ്റ്റർ. ഇപ്പം പുള്ളി എന്ത് ചെയ്തു? എല്ലാ പ്രാവശ്യവും ഞാൻ കേസിന് പോയി വരുമ്പം എന്തെങ്കിലും പറ. ഞാൻ എന്താ പറയേണ്ടത്? എനിക്ക് പറയാനൊന്നുമില്ല. പുള്ളി എന്ത് ചെയ്തു? ഈ മോഹൻദാസാണ് പുള്ളിയെ വിളിച്ച് പറയുന്നത്, ഫയാസ് ഈ കെട്ടിടം പൊളിച്ചത് എന്തിനാണ്? വാളിൻ്റെ അടുത്തുള്ള എല്ലാ കെട്ടിടവും പൊളിക്കാൻ ജയിൽ അഡ്വൈസറി ബോർഡോ എന്താണ് ജയിൽ എന്തോ ഒരു അവർ തീരുമാനിച്ചതാണ്. ഈ ജയാനന്ദൻ ചാടിയപ്പോൾ യാതൊരു കഴിയില്ല. ഒരു മിനിറ്റ് സർ, നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാ ബ്ലോക്കിലും വോളിബോൾ കോർട്ടും ഷട്ടിൽ കോർട്ടും ജയിലുണ്ട്. ഞാൻ ഉണ്ടാക്കിയത് കഞ്ചാവ് തോട്ടമൊന്നുമല്ല. ജയിലിൽ ഏത് ബ്ലോക്കിലാണ് നിങ്ങൾ അന്വേഷിക്കണം. നിങ്ങൾ സിൻസിയർ ആയിട്ടാണെങ്കിൽ നിങ്ങൾ ഇത് അന്വേഷിക്കണം. ഞാൻ ഉണ്ടാക്കിയില്ല. എനിക്ക് ഷട്ടിൽ കളിക്കേണ്ട, ഞാൻ ഷട്ടിൽ കളിക്കാനല്ല വന്നിനെ. ഓൾറെഡി ഷട്ടിൽ കളിച്ചത് ആരാണ്? നിങ്ങൾ മാധ്യമ പ്രവർത്തകരാണ്. എന്നെ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടി കളിച്ചത്. അല്ലാണ്ട് കോടതി ഞാൻ കളിച്ചില്ല. അങ്ങനെ ഷട്ടിൽ കോർട്ട് ഇല്ല. എനിക്ക് ഞാൻ പറയില്ല, എൻ്റെ ബ്രദർ, എൻ്റെ ഏട്ടൻ വന്നിട്ട് എന്നോട് ചോദിക്കുക, നീ ഷട്ടിൽ കളിക്കാനാടാ ജയിലിൽ പോയിട്ട് സൂയിക്കുക ആണോ ചോദിച്ചു. ബ്രദർ എന്നെ ചീത്ത പറഞ്ഞു. ഞാൻ പറഞ്ഞു, മരിച്ച ബാപ്പ സത്യം, ഞാൻ ഷട്ടിൽ കോർട്ടിന് ആരോടും പറഞ്ഞിട്ടില്ല. അവിടെ കെട്ടിടം പൊളിച്ചത് ജയാനന്ദൻ ചാടാൻ വേണ്ടിയിട്ടാണ്. അത് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, കല്യാണരാമൻ എന്ന് പറഞ്ഞൊരു കള്ളനുണ്ട് അവിടെ. പുള്ളി ചോദിച്ചു, ഇവിടെ എന്താണ് പൊളിച്ച് ക്ലീൻ ചെയ്തല്ലോ, അവിടെ പുള്ളി കൃഷിക്ക് വേണ്ടി ശരിയാക്കാണ്. ഞാൻ പറയാത്തത് എനിക്ക് ഇൻഡോർ കോർട്ട്, സത്യം തുറന്നു പറയുന്നത് എനിക്ക് വിഷമമില്ല. ആ കള്ളനോട് ഞാൻ പറഞ്ഞു, ഇൻഡോർ കോർട്ട് വരികയാണ്, അതെന്താ അണ്ണാന്ന് ചോദിച്ചു. ഇൻഡോർ കോർട്ട് എന്താന്ന് ഈ കള്ളനക്ക് അറിയില്ല. കല്യാണരാമൻ എന്നാണ് അവൻ്റെ പേര്. നല്ല പേരാണ്. അതെ, കല്യാണരാമൻ വെച്ചാൽ ഈ കല്യാണ വീടുകളാണ് പുള്ളി. ഞാൻ ചോദിച്ചോ അപ്പം കല്യാണ വീട്ടിൽ ആൾക്കാരൊക്കെ കെട്ടിയിട്ട് കക്കലാണ്. ഒരുപാട് ക്രിമിനൽസും കള്ളന്മാരാണല്ലോ ചുറ്റുമുള്ള. ഒരു വർഷം എൻജോയ് ചെയ്തല്ലേ കഥകൾ കേൾക്കാം, ചുമ്മാ എങ്ങനെ ഇതല്ല. അപ്പം പുള്ളിയോട് ചോദിച്ചോ, പുള്ളി പറയാണ് ഇൻഡോർ കോർട്ട് അതെന്താണെന്ന് വെച്ച്. ഞാനിടെ ഈ ഷട്ടിലൊക്കെ കളിക്കുമ്പോൾ കാറ്റൊന്നും അടിക്കാണ്ടിരിക്കാൻ ഫുൾ കെട്ടി അതാണല്ലേ. അന്ന് മോഹൻദാസ് സാറാണ് രാത്രി ഡ്യൂട്ടി. സാറേ ഫയാസിന് കോർട്ട് വരുന്നത് കണ്ടോ എന്ന് ചോദിച്ചു. പുള്ളി ഒന്ന് നോക്കിയിട്ട്, ഓഹോ കോർട്ടാണല്ലേ. പുള്ളി നേരെ പോയി എടാ ഇതിലെഴുതിയിട്ടു, ഫയാസിന് ജയിലിൽ കോർട്ട് എന്ന് പറഞ്ഞിട്ട്.
ആരൊന്നും അറിയില്ല. പുള്ളി തന്നെ വിളിച്ചു, ഈ ജി വിനോദിനെ വിളിച്ചു, ഫയാസിന് ജയിലിൽ കോർട്ട്, ഒരു ഫുൾ പേജ്. ഞാൻ ഈ പത്രങ്ങളൊക്കെ ഇത്ര വാർത്ത. ഞാൻ കോടതിയിലിരിക്കുക, CBI കോടതിയിലാണ്. CBI കോടതിയിൽ ഇരിക്കുമ്പോൾ ഞാൻ വാർത്ത വായിച്ചില്ല, അല്ല വാർത്ത വായിക്കുന്നത് എങ്ങനെയാണെന്നാ, എൻ്റെ അടുത്ത് കുടുംബ കോടതിയാണ്. CBI കോടതി തൊട്ട് താഴെ കുടുംബ കോടതി. ഒരു സ്ത്രീ, 2 പേര് കോട്ടയത്താണെന്നുള്ളത്, അവർ കുടുംബ കോടതിയിൽ വന്നതാണ്. അവരുടെ കയ്യിലാണ് പത്രം ഉള്ളത്. ഞാൻ ട്രെയിൻ ടൈം നോക്കുകയാണ്. അതായത് തിരിച്ചു പോകുന്ന കേസ് കഴിയുമ്പോൾ അടുത്ത ട്രെയിൻ ഏതെങ്കിലും ആക്സിഡൻറ്റ്, ചില അധിക ദിവസങ്ങളിലും സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടാവും. അപ്പോൾ ഈ അമ്മയോട് പറയുന്നത്, അമ്മ ഫയാസിൻ്റെ ന്യൂസ് അപ്പം ഞാൻ നോക്കുന്നത്. അതുവരെ ഞാൻ അറിയില്ല, താങ്കളവിടെ നിൽക്കുന്ന അവരറിയുന്നില്ല. ഞാൻ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ കോലം ഈ കോലമല്ല എൻ്റെ. എന്തായിരുന്നു കോലം? നിങ്ങളിപ്പം പറയും, ഇതിപ്പം മനുഷ്യനെ ടെൻഷൻ അടിച്ചല്ലേ. ഈ കോലമല്ല, ഈ കോലം ഇതാണ്. ഈ സമയത്താണ് കോടതി പോവാണ്. തിരിച്ചറിയുന്നില്ല, എന്നെ മനസ്സിലായില്ല. പക്ഷെ ആ NIA കേസുള്ളത് കൊണ്ട് ഒരുപാട് പോലീസുകാരുണ്ട് അവിടെ. NIA കോർട്ടും CBI കോർട്ടും കുടുംബ കോടതിയൊക്കെ ഒരേ കോമ്പൗണ്ടിലാണ്. അതുകൊണ്ട് ഓൾറെഡി ഞാൻ വരുന്നതിന് മുമ്പേ പോലീസ് ഓൾറെഡി അവിടെ ഗാർഡ് ഓഫ് ചെയ്യാൻ മജിസ്ട്രേറ്റിനുള്ള പോലീസ് ഉണ്ട്. അക്കൂട്ടത്തിൽ ഉള്ള പോലീസാന്നുള്ള രീതിയിൽ ഞാൻ അവിടെ ഇരിക്കുകയാണ്. ആ സ്ത്രീയാണ് പറയുന്നത്, അമ്മ ഫയാസിന് ബാഡ്മിൻ്റൺ കോർട്ട് ഉണ്ടാക്കി ന്യൂസ് തന്നിട്ട് വായിക്കുകയാണ്. ഞാൻ ചെന്ന് പത്രം തരുമെന്ന് വെച്ചു. ഞാൻ അറിയുമെന്ന് വെച്ചിട്ട്, ഞങ്ങൾ പത്രത്തിലൊക്കെ കാണാറ് വായിക്കാറൊക്കെ ഉണ്ട് ഫയാസിൻ്റെ കാര്യം. അപ്പോഴാണ് ഈ പോലീസുകാരൻ പറഞ്ഞു, ഇതാരാന്ന് മനസ്സിലായോ, ഇതാ ഫയാസ്. അപ്പോൾ അവർ ഒറ്റ ചാടൽ. ഞാൻ എന്ത് നിങ്ങൾ തുള്ളി എല്ലാം മോനല്ലേ പറഞ്ഞു. ഞാൻ നിങ്ങൾ ആ സമയത്താണ് ഈ ബാഡ്മിൻ്റണിൻ്റെ കഥ ഞാൻ അറിയുന്നത്. അപ്പോഴാണ് സംഭവം. പിന്നെ പത്രം വായിച്ചു. ബാഡ്മിൻ്റൺ ഞാൻ മനസ്സാ വാച അന്ന് ഞാൻ അവിടെ ഇല്ല, ഞാൻ CBI കോടതിയിലാണ്. ഫൈസക്, ഓക്കെ, വ്യക്തമായി. താങ്കൾ ഒരുപാട് ക്രിമിനലുകളുമായിട്ട് ബന്ധപ്പെട്ടു, അവരുടെ ദുഃഖങ്ങൾ മനസ്സിലായി, അവരുടെ ജീവിതകഥ മനസ്സിലായി. താങ്കൾ ആ ജയിലിലെ ഹീറോയെ മാറി. ഹീറോ ആയി ഞാൻ പറയും. ഒരിക്കലും ഞാൻ ഇന്നും ഇപ്പോഴും നിങ്ങൾ മുന്നിൽ ഇരിക്കുന്നതും എനിക്ക് എൻ്റെ കുടുംബമല്ല, എൻ്റെ റിലേറ്റീവ്സ് ആയിട്ടും, എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ ഉണ്ട്, അവർക്ക് കുടുംബങ്ങളുണ്ട്. അവർ 100ൽ 10 ആൾ വിശ്വസിക്കുമോ? എനിക്കൊറ്റ ചോദ്യമുള്ളൂ. ഈ 415 ദിവസത്തെ അഴികൊണ്ട്, ജയിൽവാസം കൊണ്ട് ഫേസ് എന്താണ് തിരിച്ചറിഞ്ഞത്? ഞാൻ ജീവിതത്തിൽ എന്ത് നിങ്ങൾ പറഞ്ഞല്ലോ, ഞാൻ കള്ളക്കടത്തിലൂടെ ഞാൻ റിയൽ എസ്റ്റേറ്റ് കാശ് ഉണ്ടാക്കിയിട്ടുണ്ട്, സത്യമാണ്. മുമ്പൊക്കെ ലൈഫ് സ്റ്റൈലും നല്ല ലൈഫ് സ്റ്റൈലായിരുന്നു. ഞാൻ അതിൽ എന്ത് പഠിച്ചു എന്ന് ചോദിച്ചാൽ, ജീവിതം പഠിച്ചു. മനുഷ്യൻ ജീവിതം എൻ്റെ പ്രായത്തിൽ ഞാൻ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ പോലെ സൗഹൃദം എനിക്കെന്തുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നാളെ ചിലപ്പോൾ ഞാൻ പറയാം, സൗഹൃദം എന്ന് വെച്ചാൽ അത് ഈ നിങ്ങൾ പോലെ കസ്റ്റംസ് സൗഹൃദമായാലും ഏത് സൗഹൃദമായാലും അതൊരു മിസ്യൂസ് ചെയ്തിട്ടില്ല ഇന്ന് വരെ. ഓക്കെ, അപ്പോൾ എന്താ പഠിച്ചതെന്ന് വെച്ചാൽ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത് അത് ജയിലൊരു യൂണിവേഴ്സിറ്റിയാണ് ഞാൻ പറയുള്ളൂ. യൂണിവേഴ്സിറ്റിയാണ്. നന്നാവേണ്ടവനിക്ക്, സപ്പോസ് ഞാൻ മുമ്പ് പഠിക്കാനും മോശമാനത് ഒരു യൂണിവേഴ്സിറ്റിയാണ്, അത് പഠിക്കണമല്ലോ. ഇപ്പോൾ പുതിയ ടെക്നോളജിയിൽ താങ്കൾ എന്ത് പഠിച്ചു? എൻ്റെ ജീവിതം അല്ലേ, എൻ്റെ ഈ ലാവിഷ് ലൈഫായിരുന്നു. ലാവിഷ് ലൈഫ് മീൻസ് ഒരു ഞാൻ പറയാം, അത് എൻ്റെ ബിസിനസിൻ്റെ പ്രശ്നമാണ്. റിയൽ എസ്റ്റേറ്റ് ആകുമ്പോൾ ഒരുത്തിലിരുന്ന് ചെയ്യാൻ പറ്റുമോ? എന്ത് പഠിച്ചു? ഇത് തന്നെ എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ചത്. ജീവിതം എന്നല്ലേ ഈ ഒരുപാട് ആൾക്കാരെ കഥകളിലൂടെ കണ്ടിരുന്നു. ഞാൻ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ, സ്റ്റാർ ഹോട്ടൽ ലൈഫ് വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഇന്ത്യയിലുണ്ടാവും. മിന്നുന്നൊന്നും പൊന്നല്ല താങ്കൾ പഠിച്ചു? 100% പൊന്നല്ല, ഒന്നുമില്ല. താങ്കൾ തേനും പാലും കൊടുത്ത് വളർത്തിയ താങ്കളുടെ സൗഹൃദങ്ങൾക്ക് ഒന്നൊന്നായി പോയി മറഞ്ഞു. അവരൊക്കെ തേജോവാദം ചെയ്യല്ലേ? താങ്കളുടെ പേരുമായി കൂട്ടി ആരെ പറഞ്ഞാലും എനിക്ക് അയാൾ അറിയില്ല എന്നവർ പറഞ്ഞു തുടങ്ങി. താങ്കളെ തള്ളി. പറഞ്ഞില്ല എങ്ങനെ ഫയാസ് ഞാൻ ജനിച്ചിനോന്ന് അറിയാത്ത ആൾക്കുണ്ട്. ഇപ്പോൾ ഫയാസ് എന്ന് പറഞ്ഞ വ്യക്തി ജനിച്ചിട്ടില്ല. അതല്ല, അത് സ്വാഭാവികമായിട്ട് നിങ്ങൾക്കൊരു വിഷമം വരട്ടെ. ഞാൻ പറയില്ല, ഏറ്റവും വലിയ ഉദാഹരണം എത്ര ആൾക്കാരുണ്ടായിരുന്നു. തേജ്പാൽ പുള്ളിക്ക് ഒരു പ്രശ്നം വന്നപ്പോൾ നിങ്ങൾ സഹായിച്ചോ? ഏതെങ്കിലും പത്ര സുഹൃത്തുക്കൾ പുള്ളിക്ക് വേണ്ടി സഹായിച്ചോ? ഞാൻ ചോദിക്കണേ, അപ്പൊ താങ്കളുടെ യഥാർത്ഥ സുഹൃത്തുക്കളെ താങ്കൾക്ക് തിരിച്ചറിയാനുള്ള അവസരമല്ലേ? 100% മനസ്സിലായി. എനിക്ക് ആരുമില്ല. അവസാനം ഒന്ന് കിട്ടിയോ? വിരലിൽ എണ്ണാൻ പറ്റുന്ന സുഹൃത്തുക്കൾ മാത്രം. ബാക്കി ആര് പോയതല്ല, മുങ്ങി പോയി എന്ന് പറയാനുള്ളത്, മുങ്ങി. അവരോട് സഹായം ചോദിച്ചപ്പോൾ അവരുടെ സഹായം ഞാൻ ആരോട്? അതല്ല, താങ്കളുടെ ബന്ധുക്കളും താങ്കളുടെ കുടുംബവും സഹായം ഞാൻ ഒരാൾ മുന്നിൽ. ഇപ്പൊ താങ്കൾ അവർ മുങ്ങി എന്ന് പറയണമെങ്കിൽ സ്വാഭാവികമായിട്ടും താങ്കളുമായി ബന്ധപ്പെട്ട ആൾക്കാർ അവരോട് ഇതിങ്ങനെ ഫേസ് ഞാൻ സഹായം പറഞ്ഞാൽ ജയിലിൽ ഫസ്റ്റ് പോയപ്പോൾ എന്നെ വല്ലാണ്ട് ഹറാസ് ചെയ്തപ്പോൾ അതിന് കുറച്ച് ഒരു ഇളവ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞപ്പോൾ ആരും മുൻപന്തിയിൽ നിന്നില്ല.
ഫൈസ്, അപ്പോൾ ഇനി താങ്കളുടെ മുന്നുള്ള ജീവിതത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ടായിരിക്കും 100% ഞാൻ പറഞ്ഞില്ലേ. ഇനി ജോൺ ബ്രിട്ടാസിനെ പോലത്തെ അത്യാവശ്യം പത്രസുഹൃത്തുക്കളുമായിട്ടൊക്കെ ബന്ധം വെക്കാന്നുള്ള സൗഹൃദം വെച്ചാൽ നിങ്ങൾ സത്യങ്ങൾ പറഞ്ഞു തരാമല്ലോ. അല്ല, നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ പോകില്ല. ഞാൻ മനസ്സറിഞ്ഞ് പറയാണ്. ഇപ്പോൾ പത്രസുഹൃത്തുക്കളാണ് നല്ലതെന്ന് മനസ്സിലാക്കി. കാരണം വെച്ചാൽ നിങ്ങൾ ആട്ടിനെ പട്ടിയാക്കും, പട്ടി ആടാക്കാം. ഇപ്പം എൻ്റെ ഉദാഹരണം, എൻ്റെ ലൈഫാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഒരു ബേക്കറി തൊഴിലാളിയായിട്ട് ജീവിതം ആരംഭിച്ച ഫേസ് പിന്നീട് പറന്ന് കളിക്കാൻ വേണ്ടിയുള്ള ഒരു മിനിറ്റ് സാറ്, ഞാൻ പറയാം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ നിങ്ങളിപ്പം ബേക്കറി തൊഴിലാളി ബിക്കോസ് ലൈഫ് സ്റ്റൈൽ നിങ്ങൾ ബേക്കറി തൊഴിലാളി ആയിട്ടല്ല. ഞാൻ ബേക്കറി തുടങ്ങിയതാണ്. വളരെ എളിയ ജീവിതമായിരുന്നു. അല്ല, ബേക്കറി തുടങ്ങിയതാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ മാറ്റം വരാൻ നിങ്ങൾ പറയുന്നത് ഭയങ്കരം ഇത് വേണമെന്നുണ്ടോ? ഒരു നല്ല ഡീലിംഗ് ചെയ്താൽ, നല്ല ഡീലിംഗ് ചെയ്താൽ $1 മില്യൺ കിട്ടണമെങ്കിൽ തലമുറ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ദുബായിൽ പോയി ആദ്യം വേണ്ടത് ഒരു മനുഷ്യന് കുറച്ച് റിലേഷനാണ്, ബന്ധങ്ങളാണ്. ആ ബന്ധങ്ങൾ താങ്കൾ ഉണ്ടാക്കി. റിയൽ എസ്റ്റേറ്റിന് വേണ്ട സാധനം നാവ് മതി. അത് ആവോളമുണ്ട് ഫൈസന്. അതുള്ളതുകൊണ്ട് ചില സമയത്ത് അതാണ് വിനയായതും. അത് ഒരുപാട് വിനയായി. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞു എല്ലാവരുമായിട്ട് പരിചയമുണ്ട്, സൗഹൃദം ഉണ്ടായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ ആഴത്തെക്കുറിച്ച് മാത്രമേ നമുക്ക് വേണം തർക്കിക്കാൻ വേണമല്ലേ. പക്ഷേ ആ സൗഹൃദത്തിലുണ്ടായിരുന്ന നേതാക്കന്മാരൊന്നും പിന്നീട് താങ്കളിലേക്ക് വന്നില്ല. ഇല്ല, ഒരാൾ എനിക്ക് ഇപ്പോൾ ദയവ് ചെയ്തിട്ട് ഇനി ആരും വരികയും ചെയ്യരുത്. എനിക്ക് അങ്ങോട്ട് പോകാൻ താല്പര്യമില്ല. അവരെ വലിച്ചെടുക്കാൻ ആഗ്രഹമില്ല. ഒരാളെയും ഞാൻ ആരെയും നന്നാക്കാനോ മോശമാക്കാനോ ഞാൻ തയ്യാറല്ല. നിങ്ങൾ എന്നെ പാത്രം മോഹനമാഷ, ആ മോഹനമാഷ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഞാൻ. ആ പാവത്തിനെ ഒരുപാട് ഇതാക്കിന് അയാൾ. ഇനിയിപ്പോൾ അയാൾക്ക് പുള്ളിക്ക് എന്നെ മനസ്സിലായി. ഇനി എല്ലാവർക്കും എന്നെന്ത് ചെയ്യാം, മോഹനമാഷ അടുത്ത് പോവാം. അല്ല, ഇന്നയാളെ ഇപ്പം ഓൾ ഫെമിലിയർ ആണല്ലോ. അല്ല, എനിക്ക് അറിയാത്തത് ഞാൻ പറയില്ലേ, എനിക്ക് മാധ്യമ സുഹൃത്തുക്കളെ താങ്കളെ ഈ പറഞ്ഞ മാധ്യമങ്ങൾ ചിത്രീകരിക്കുന്നത് പോലെ വലിയൊരു അധോലോക നായകനൊന്നും അല്ല ഫൈസ്. അധോകത്ത് ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ അധോലോകമൊക്കെ. ഞാൻ ചോദിച്ചോട്ടെ, ഇതൊക്കെ ഈ ഒരു സെക്കൻഡ്, ഞാനിപ്പോൾ ഒരു വെള്ളക്കടലാസിൽ ഫേസിനോട് പറയുകയാണ്, ഫേസ് ആരാണ് താങ്കളെന്ന് എഴുതാൻ പറഞ്ഞാൽ താങ്കൾ എന്താ എഴുതാനത്? ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഫായിസ് എന്ന സാധാരണക്കാരൻ. വേഷം കൊണ്ടല്ല ഒരാളെ നിങ്ങൾ വാല്യൂ. ചിലപ്പോൾ എനിക്ക് നല്ല സ്പ്രേ യൂസ് ചെയ്യാൻ ഇഷ്ടമായിരിക്കാം, അല്ലെങ്കിൽ നല്ലൊരു വാച്ച്. നിങ്ങളിപ്പോൾ ചോദിച്ചല്ലോ i6 അത് ജയിലിൽ നിന്ന് ഇറങ്ങി മണിക്കൂർ കഴിഞ്ഞില്ല, അതിന് മുമ്പ് i6 ജയിലിൽ ഇറങ്ങുന്നതിന് മുമ്പ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. എന്റെ ക്രോ ബ്രദർ വർക്ക് ചെയ്യുന്ന ലണ്ടനില്ല, മേടിച്ചു വന്നു ഒരു ഫോൺ വാങ്ങിക്കാൻ വലിയ അതെ. ഇനിയിപ്പോ നിങ്ങൾ സുഹൃത്താണ്, ഞാൻ പരിചയമില്ലാത്തതിനെക്കുറിച്ചാണ്. വാച്ച് നല്ല വില കൂടിയ വാച്ചാണല്ലോ. ഇല്ല, സാധാ വാച്ച്. ഏത് വാച്ചായാലും സമയം കറക്റ്റ് ആയിരിക്കും. താങ്കൾക്കൊരു കാര്യം മനസ്സിലായി, അതായത് ഈ പറഞ്ഞ ആർഭാടം കൊണ്ടും അല്ലെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ വിളമ്പിക്കൊണ്ടും ഉണ്ടാക്കുന്ന സൗഹൃദങ്ങളൊന്നും നിലനിൽക്കില്ല. സൗഹൃദങ്ങൾ നിലനിൽക്കണമെങ്കിൽ അതിന് വേറെ ചില ചേരുവകൾ വേണമെന്നുള്ള കാരണം താങ്കൾക്ക് ഈ 415 ദിവസം കൊണ്ട് താങ്കൾക്ക് എനിക്ക് മനസ്സിലായി. ഇനി സൗഹൃദം എനിക്ക് പറ്റിയൊരു അബദ്ധം, കൂടുതൽ ഞാൻ പത്രസുഹൃത്തുക്കൾ ഉണ്ടാക്കിയില്ല, പത്രക്കാരെ ഉണ്ടാക്കിയില്ല. ഇല്ല, അവിടെ ഒരു അതൊരു വലിയ ഫോൾട്ടായി. വളരെ റയറായിട്ടുള്ള കുറച്ച് വലിയ സ്ഥാനത്തുള്ള സുഹൃത്തുക്കൾ, അതും ഫ്ലൈറ്റിൽ നിന്നാണ് ഈ അധിക സൗഹൃദം കിട്ടുന്നത്. അധികവും പത്രക്കാരെ ഒന്നും കിട്ടിയില്ല. ഇല്ല, ബിക്കോസ് അടുത്ത് എന്ത് ചെയ്യാം, ബിസിനസ് ക്ലാസ്സോ അല്ലെ ഫസ്റ്റ് ക്ലാസ്സിലായിരിക്കും. ഈ ഗോൾഡ് ഉള്ളത് കൊണ്ട് എക്കണോമിക് ക്ലാസ് ടിക്കറ്റാണ് എടുക്കുക. ഗോൾഡ് മെമ്പർ ആകുമ്പോൾ നിങ്ങൾ അത്യാവശ്യം ഗോൾഡ് മെമ്പർ മീൻസ് ഞാൻ ഇത് കാർഡ് ഉള്ളത് അപ്ഗ്രേഡ് ചെയ്യും. അപ്പം ബിസിനസ് ക്ലാസ്സിലോ ഫസ്റ്റ് ക്ലാസ്സിലിരിക്കുമ്പോൾ ഏതെങ്കിലും VIP ഉണ്ടാവും. ചുമ്മാ 3-4 മണിക്കൂർ കിട്ടുമല്ലോ, ഇരുന്ന് സംസാരിക്കും. ഓട്ടോമാറ്റിക്കലി അവനെ കുപ്പിയിലാക്കും എന്നാണ് ആൾക്കാർ പറയുന്നത്. കുപ്പിയിലാക്കുകയെന്ന് വെച്ചാൽ അല്ല, കുപ്പിയിലാക്കാൻ നേട്ടം ഉണ്ടാണ്ടിട്ടാണ്. ഞാൻ ഒരാളെ വെച്ചിട്ട് ഇന്നുവരെ ഒന്നും നേടിയിട്ടില്ല. എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിലുള്ളൂ. അത് റിയൽ എസ്റ്റേറ്റിലൂടെ ഉണ്ടാകാൻ നിങ്ങൾക്ക് റിയൽ എസ്റ്റേറ്റിന് അത്ര വിവരമൊന്നും വേണ്ട. എന്നെ പോലത്തെ ഒരു +1 വരെയുള്ള വിവരം എനിക്കുള്ളൂ. നിങ്ങളോട് ഞാൻ പറയില്ല, ബോംബെ പോയി ഡൽഹി പോയി. എനിക്ക് ഫേസ് ഈ പറഞ്ഞതുപോലെ താങ്കൾ ഈ പറഞ്ഞ താങ്കൾ വലിയ നിഷ്കളങ്കനായ നിരപരാധിയായ ഒരു സാധാരണക്കായ ഒരു മനുഷ്യനാണ്. നിങ്ങൾ അങ്ങനെ പറയുന്നത് അത്ര അങ്ങോട്ട് പോണ്ട, അങ്ങനെയല്ല. ഒരു 50-50 വെക്കാം. 50-50 നിങ്ങൾ മൊത്തം ഞാനിപ്പോൾ ഏതൊരു കള്ളനും ഞാൻ കള്ളനല്ല എന്നേ പറയുള്ളൂ. ഞാൻ പറഞ്ഞത് കേസ് കോടതി പറഞ്ഞാൽ താങ്കൾ അപകടത്തിൽ താങ്കളുടെ പേര് ഈ പറഞ്ഞ ആസിഫിയും ആരിഫിയും പറഞ്ഞു. ഞാനിപ്പം വേണമെങ്കിൽ ഫേസ് വിശ്വാസിയാണ്, അള്ളാഹയിൽ വിശ്വസിക്കുന്ന ആളാണ് 100%. ആ മനുഷ്യൻ മാത്രമല്ല, ഞാൻ പറയില്ലേ, ആ ദൈവം മാത്രമേ. അതുകൊണ്ട് തന്നെ ചില സത്യങ്ങൾ വേണമെങ്കിൽ അഭിമുഖത്തിൽ പറയാവുന്നതാണ്.
താങ്കൾ കുടുങ്ങി, ഇൻവേർട്ടർ കുടുങ്ങി എന്ന് ഉദ്ദേശിക്കും താങ്കളുടെ പേര് പറഞ്ഞു എന്ന് താങ്കൾക്ക് വിവരം കിട്ടുന്നു. താങ്കൾ ബാംഗ്ലൂര് ഡൽഹിയിൽ പോകുന്ന സമയത്ത് താങ്കൾ നിരവധി പേരെ ഫോണിൽ ബന്ധപ്പെട്ടു. അതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളവരെ പോലും താങ്കൾ ബന്ധപ്പെട്ടു. ഇല്ല, അത് ശുദ്ധ കള്ള. ആ സമയത്ത് ഞാൻ എൻ്റെ ഫോൺ യൂസ് ചെയ്തിട്ടില്ല. ആരുടെ ഫോണാ ഫേസ് യൂസ് ചെയ്തത്? അതോ ചോദിക്കും. നിങ്ങളിപ്പം ആരുടെ ഫോണാ യൂസ് ചെയ്ത്? ആരാണ് വിളിച്ചത്? അതാണ് പറഞ്ഞത്. എന്റെ ഫോൺ കോൾ ലിസ്റ്റ് നിങ്ങളെ കയ്യിലുണ്ട്. താങ്കൾക്ക് വേണ്ടി ആര് വിളിച്ചു? താങ്കൾ ആരുടെ ഫോണിൽ വിളിച്ചു? എനിക്ക് വേണ്ടി ആരും വിളിച്ചില്ല. താങ്കൾ ആരുടെ ഫോണിൽ വിളിച്ചു? ഞാൻ ആരുടെ ഫോണിൽ വിളിച്ചില്ല. നിങ്ങളിപ്പോ ഒരു സെക്കൻഡ് ഫേസ്, താങ്കൾ നമ്മളിപ്പോ ഒരു സാമാന്യ ബോധം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, തീർച്ചയായിട്ടും കോമൺ സെൻസ് ഉണ്ടല്ലോ. ഒരു സെക്കൻഡ്, താങ്കൾ ഒരു അപകടത്തിൽപ്പെട്ടത് ഒരു കുറ്റവാളിയോ അല്ലെങ്കിൽ പ്രതിയോ ആരോപിതനോ കളങ്കിതനോ ആരുമായിക്കോട്ടെ, സാധാരണക്കാരനായിക്കോട്ടെ, ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്ത് പോലത്തെ ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും വിളിക്കുന്നത് സ്വാഭാവികമാണ്. അപ്പം താങ്കൾ ഒരാളെയും വിളിച്ചില്ല. ഞാൻ ചോദിച്ചു, ആ സമയത്ത് എനിക്ക് ആരെയും വിളിക്കേണ്ടതല്ല. എന്താണ് എൻ്റെ പെട്ടെന്ന് ഒരു അപ്രതീക്ഷിതമായിട്ടാണ് പേര് വരുന്നത്. നിങ്ങളെ കോൾ ലിസ്റ്റ് ഫേസ് താങ്കളുടെ പേര് പറഞ്ഞു എന്ന്, അത് മാത്രമല്ല സുനിൽകുമാർ താങ്കളെ വിളിച്ച് പറയുന്നു. അതെ, പ്രിവെന്റീവ് ഓഫീസർ. യെസ് ഫേസെ, നിങ്ങളുടെ പേര് പറഞ്ഞിരിക്കുന്നു, ഞാൻ ഇനി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞു. അതെ, പക്ഷെ എല്ലാം ഞാൻ വന്ന് മൊഴി കൊടുക്കണം. മൊഴി കൊടുക്കണം. അങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ താങ്കൾ ആ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, ഈ കേസ് ചാർജ് ചെയ്യപ്പെടാതിരിക്കാൻ വേണ്ടി താങ്കൾ നിരവധി വമ്പന്മാരെ ബന്ധപ്പെട്ടു, സംസാരിച്ചു. അതെ, അതൊക്കെ ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും അറിയപ്പെടുന്ന ഇൻവെസ്റ്റിഗേഷൻ CBI അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞല്ലോ CBI നിങ്ങളെ സുഹൃത്ത് പറഞ്ഞു. നിങ്ങൾ ആ സുഹൃത്തിനോട് ചോദിക്കുക, ആ ഉന്നതന്മാർ ആരൊക്കെയാണ്, അവരാരൊക്കെയാണ്. താങ്കൾ നിഷേധിക്കുന്നില്ല. അല്ല, നിങ്ങൾ പറഞ്ഞല്ലോ. ഞാൻ നിങ്ങൾ വീണ്ടും നിഷേധിച്ചില്ല. താങ്കൾ ഇപ്പോൾ പറയുന്നത് വെച്ചാൽ, താങ്കൾ ഈ പറഞ്ഞ ഈ പിടിക്കപ്പെട്ടു അല്ലെങ്കിൽ താങ്കളുടെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞ് പിന്നീട് ഡൽഹി എയർപോർട്ടിൽ നിന്ന്, ആഭ്യന്തര എയർപോർട്ടിൽ നിന്ന് പിന്നെ വിദേശകാര്യ ടെർമിനലിലേക്ക് T3 പോകുന്ന വഴിക്ക് താങ്കൾ പിടിക്കപ്പെടുന്ന ആ സമയം മുഴുവൻ നിങ്ങൾ നിഷ്ക്രിയനായി ഇരുന്നു എന്നാണ് താങ്കൾ പറയുന്നത്. അങ്ങനെ പറയുമ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ പറഞ്ഞാൽ കോമൺ സെൻസ് ഇല്ലാത്ത അറിയില്ല, വിളിച്ചില്ല എന്നല്ല. ഇപ്പൊ സപ്പോസ് പെടുമ്പോൾ വിളിക്കും സ്വാഭാവികമായിട്ട്. ഒരു മിനിറ്റ് ഒരാളിപ്പോ ഞാൻ നിങ്ങളെ പേര് പറയാണ്, ഇതെന്താണ് കഥ, എന്താണ് ഓട്ടോമാറ്റിക്കലി ആരും ഒരു സാധാരണ രീതിയിൽ ഇപ്പോൾ ഒരു അപകടം പറ്റുമ്പോൾ ആദ്യം വിളിക്കുക, ദൈവത്തെ വിളിക്കും, പടച്ചവനെ വിളിക്കും. താങ്കൾ ആരെ വിളിച്ചു എന്ന് ഞാൻ ചോദിക്കുന്നില്ല, വേണമെങ്കിൽ പറയാം. 2, ഈ വിളിച്ച സമയത്ത് ഇവരുടെ പ്രതികരണം എന്തായിരുന്നു? എനിക്കത് അറിയാൻ വേണ്ടിയിട്ടാണ്. അവരുടെ പേര് പറയണ്ട, അവർക്ക് അതുവരെ കണ്ടിട്ടില്ല, അവർ വിശ്വസിക്കുന്നില്ല, ആരും വിശ്വസിക്കുന്നില്ല 100%. ബിക്കോസ് എൻ്റെ ലൈഫ്, ഞാൻ ചോദിച്ചത് ഈ 6 മാസം മുമ്പാണ് ഗോൾഡിന്റെ സംഭവം തുടങ്ങി. ഓക്കെ ഫൈസ്, വിശ്വസിക്കുന്നില്ല എങ്കിൽ പോലും നിങ്ങളുടെ നിരപരാധിത്വത്തിന് വേണ്ടിയിട്ട് ഒരു ഫോൺ ചെയ്യാനോ ഒരാളോട് ശുപാർശ ചെയ്യാനോ ഇവരാരും തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട് താങ്കൾ എന്തുകൊണ്ട് അവർ കൈയൊഴിഞ്ഞു? ചൂടുള്ള പൊട്ടേറ്റോ, ഉരുളക്കിഴങ്ങ് കയ്യിൽ നിന്ന് വീഴിക്കുന്ന പോലെ എന്തുകൊണ്ട് താങ്കളെ താഴെ കിട്ടുവർ? എന്നാരും താഴെ കിട്ടുന്നില്ല. താങ്കൾക്ക് വേണ്ടി ഒരു വാക്ക്, താങ്കളെ വിശ്വസിക്കുന്നില്ല എന്ന് ഈ ഉന്നതന്മാരെ ഞാൻ ചോദിച്ചു. ഇനിയിപ്പം സത്യമോ ശരിയോ കോടതി തീരുമാനിക്കും. ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നല്ലവരായ നേതാവായാലും ആരാലും എന്ത് ചെയ്യും, ആ കേസിന്റെ വഴിക്ക് നടക്കട്ടെ എന്ന് പറയാ. അല്ലാണ്ട് ഞാൻ കുറ്റവാളിനെ രക്ഷിക്കലല്ലോ പൊളിറ്റീഷ്യൻസിന്റെ പണി. ആ സമയത്ത് ഫേസ് ഞാൻ വീണ്ടും ചോദിക്കാം, ആ സമയത്ത് ഒരു വീണ്ടും വിചാരം ഉണ്ടായില്ലേ? അതായത് ഇവരെയൊക്കെ ഞാൻ സ്നേഹിച്ചു, ലാളിച്ചു, പക്ഷെ എനിക്കൊരു അപകടം വന്നപ്പോൾ അത് എനിക്ക് ചിന്തിക്കാമായിരുന്നു. എങ്ങനെയാണെന്നാ, ഞാനൊരു കുറ്റകൃത്യം അറിഞ്ഞുകൊണ്ട് ചെയ്തിട്ട് വന്ന് കേട്ടെ, ഞാനിപ്പോൾ ഒരാളെ കൊന്നു എനിക്ക് വരികയാണ്, എന്നിട്ട് എന്നെ എൻ്റെ എല്ലാ എന്താണ് ഫെസിലിറ്റി യൂസ് ചെയ്ത ഒരാൾ കൈവിടുമ്പം പറയാം. പക്ഷെ ഒരു സെക്കൻഡ് ഫേസ്, വീണ്ടും തിരിച്ച് ഞാൻ പറയാം, ഒരു നിരപരാധിക്കല്ലേ അങ്ങനെ ഒരു ചിന്ത കൂടുതൽ വരേണ്ടത്. അതായത് ഒരു കുറ്റവും ചെയ്യാത്ത എൻ്റെ ഈ സുഹൃത്തുക്കൾ, ഈ ഉന്നത സുഹൃത്തുക്കൾ, എൻ്റെ കൂടെ ഇത്രയും കാലം കഴിഞ്ഞവർ, എൻ്റെ സൗജന്യങ്ങൾ പറ്റിയവർ, എനിക്കൊരു അപകടം വന്നപ്പോൾ ഞാൻ നിരപരാധി ആയിട്ട് കൂടി എന്നെ സഹായിക്കാൻ വേണ്ടി അവർ മുന്നോട്ട് വരുന്നില്ല എന്ന ഉണ്ടാകണ്ടല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇല്ല, ഹെൽപ്ലെസ് ആവും. അവർ ഹെൽപ്ലെസ് ആയി, എല്ലാവരും ഹെൽപ്ലെസ് ആവും. ആ കൂട്ടത്തിൽ നിങ്ങളുണ്ടെങ്കിലും അതിനെ പറയുള്ളൂ. താങ്കൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഒരാളെ വിളിച്ചു ഫായിസ്, താങ്കൾ വിളിച്ചവരുടെ പേരുകൾ ഞാൻ പറയും, പക്ഷെ താങ്കൾ നിഷേധിക്കില്ല. എന്താ കാരണം അറിയോ? ആ നമ്പറുകളുണ്ട്. 2, നിങ്ങൾ പറഞ്ഞപ്പോൾ വ്യക്തമായി, അതായത് ഫേസ് പറഞ്ഞ വ്യക്തമായി, അതായത് ഇങ്ങനെ വിളിച്ച സമയത്ത് അവർക്ക് സഹായിക്കാൻ പറ്റാതെ വന്നതിൽ താങ്കൾക്ക് മനസ്താപമില്ല. ആ ഒരു അവസ്ഥയിൽ ആരാണെങ്കിലും
അവർക്ക് സഹായിക്കാൻ പറ്റില്ല. ഇനിയിപ്പോൾ എത്ര പറഞ്ഞാലും എൻ്റെ അനുഭവിക്കേണ്ടതൊക്കെ ഞാനും എൻ്റെ കുടുംബം അനുഭവിക്കും. താങ്കളൊരു കാര്യം പറഞ്ഞു, ഇന്ന അവസ്ഥയിൽ ആര് പെടുമ്പോഴും ഫോൺ വിളിക്കുമ്പോൾ അവർ നിസ്സഹായരായി പോകുന്നത് സ്വാഭാവികമാണ്, ചിലപ്പോൾ അവർക്ക് സഹായിക്കാൻ പറ്റില്ല എന്നുള്ളത് താങ്കൾ പറഞ്ഞു. പക്ഷേ എങ്കിലും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, താങ്കളൊരു മനുഷ്യനാണ്, ചോരയും നീരുള്ള മനുഷ്യനാണ്. താങ്കൾക്കൊരു അപകടം പറ്റിയപ്പോൾ ഒരു സുഹൃത്തുക്കളും താങ്കളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ഒരു കൈത്താങ്ങായിട്ട് ഒരു ആശ്വാസത്തിന് വന്നില്ല എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പടച്ചോൻ്റെ സൃഷ്ടിയായിട്ടുള്ള ഇതൊരു എക്കണോമിക് ഒഫൻസ് കേസാണ് ഒന്ന്. ഓക്കെ, ഒരു ക്രൈം ഇപ്പോൾ ഒരുപാട് ആളെ പറ്റിച്ചതോ അല്ലെങ്കിൽ ഞാൻ എന്താണ് ഒരു കൊലപാതകമോ പീഡിപ്പിക്കുകയോ, ഇതൊരു എക്കണോമിക് ഒഫൻസ് കേസ്. നികുതി വെട്ടിച്ച കേസ്. ഇനിയിപ്പം സപ്പോസ് ആ ചിന്തയിൽ ഇനിയിപ്പം ഈ കേസാണ് വന്നത്, ഇനിയിപ്പോൾ എൻ്റെതാണെങ്കിൽ ഞാനിപ്പം കൊണ്ടുവന്ന 20 കിലോ ഞാൻ ഇപ്പോൾ എൻ്റെതാണെന്ന് തെളിയിക്കാം, അപ്പം തന്നെ സർക്കാരിന് എഴുതി കൊടുക്കാം. 20 കിലോ അല്ല, അതിന് മുമ്പും ഒരുപാട് ടൺ കണക്കിന് ഇറക്കിയതാണ്. ടൺ കണക്കിന് ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ TV പ്രോഗ്രാമൊക്കെ കാണാം. പക്ഷേ ഇത് ടൺ കണക്കിന് അതും എൻ്റെ തലേത്. എവിടെ ഇതിന്റെ പുറകിലുള്ള ലോബിന്റെ പുറകെ നിങ്ങൾ പോകുന്നില്ല. നിങ്ങൾക്ക് ഫയാസിനെ എന്താ പറയണ്ടേ, ഒരു തുമ്പ് താട്ടെനിക്ക് ഞാൻ പിടിക്കാലോ. തുമ്പ് ഇപ്പൊ എനിക്ക് 2 ദിവസം ആയിട്ടുള്ളൂ വന്നിട്ട്. എന്നറിയാം ഉമ്മാനോട് കാണാതെയാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത്. എന്താണ് നിങ്ങൾ നിർബന്ധിച്ചു? ഈ തുമ്പ് താങ്കൾ പിടിക്കോ? 100% പിടിക്കും. ഞാൻ യഥാർത്ഥ പ്രതികളെ താങ്കൾ പുറത്തു കൊണ്ടുവരും. യഥാർത്ഥ പ്രതികൾ മാത്രമല്ല, എന്നെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അത് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഞാൻ കൊടുക്കും. അതിലുപരി എനിക്ക് ചെയ്യാൻ പറ്റിയ ഞാൻ മാധ്യമങ്ങൾ എല്ലാവരും ഞാൻ നന്നാക്കില്ല. കൊടും തീവ്രവാദി ഫസ്റ്റ് പേജ് ഫോട്ടോ കൊടുത്ത് ഞാൻ ചോദിച്ചോട്ടെ, എൻ്റെ വീട്ടിൽ ഉമ്മയൊക്കെ രോഗിയായി കിടക്കും, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് കണ്ടത്? ഭാര്യ ഞാൻ പറഞ്ഞില്ല, ഒന്നും പറയാത്തത്. മക്കളെ ഉപ്പാനെ TV കണ്ടു, സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. കുട്ടികൾക്ക് മോനിക്ക് സ്കൂളിൽ പോകുമ്പോൾ ഉപ്പ ജയിലിലാണെന്ന് പറയുക. എന്താ പറയുക, പഠിക്കാണ്ട് അവിടെ റൂമിൽ ലാസ്റ്റ് ഇവിടെ വന്ന് ചേർത്തു. അവർ അനുഭവിച്ച വിഷമത്തിനൊന്നും ആർക്കും പറയാനില്ല. എല്ലാവർക്കും വേണ്ടതാണ്. ഫയാസിന് മൈഥിലി ബന്ധം, അവിടെ മുൻമഞ്ചന്ദ്രൻ്റെ ഓഫീസിൽ ബന്ധം, ആഭ്യന്തരമന്ത്രി ബന്ധം, ഇന്നയാൾ ബന്ധം, ഇത് ചുമ്മാ അന്താരാഷ്ട്ര ബന്ധങ്ങൾ പോലും, അന്താരാഷ്ട്ര ബന്ധം, ആ ബന്ധം, ഈ ബന്ധം, ക്രിക്കറ്ററുമായിട്ടൊക്കെ ബന്ധം. അത് ഏതൊരു ഫേക്ക് ഫയാസ് എന്നുള്ളത് ഐഡിയ, ഫേക്ക് ഷാഹിദ് ആഫ്രീദിയോ. ഷാഹിദ് ആഫ്രീദി പാകിസ്ഥാൻ ക്രിക്കറ്റ് പ്രേമിയല്ലേ. ഒരുപാട് പാസ്പോർട്ടുകൾ പോലും ഫൈസലുണ്ടെന്ന് ആൾക്കാർ പറഞ്ഞു. ഓരോരുത്തർ കല്യാണം കഴിക്കുന്ന പാകിസ്ഥാനി. അപ്പോൾ എനിക്ക് സൗഹൃദം വെച്ചൂടെ? സൗഹൃദം ഉണ്ടോ? എനിക്ക് ആഫ്രീദിയായിട്ടൊന്നും സൗഹൃദമില്ല. പാകിസ്ഥാൻ ക്രിക്കറ്റേഴ്സുമായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. അവിടെ അവിടുത്തെ സിനിമാ ലോകമായിട്ട് ബന്ധമുണ്ടോ? ബോളിവുഡുമായിട്ട് ബന്ധമുണ്ടോ? ഇല്ല, എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ഞാനൊരു വല്ലാത്തൊരു പരാജയമായിപ്പോല്ലോ അത്. എനിക്ക് ഹിന്ദി സംസാരിക്കാൻ അറിയില്ല. ദുബായിൽ ഒരുപാട് കൊസറക്കുള്ളി പരിപാടി ചെയ്തിട്ട് ഹിന്ദി പഠിക്കാൻ പറ്റില്ല. ആകെ അറബി അറിയാം, അതിന്റെ മുകളിൽ പിടിച്ചെന്ന്. അറബി വസ്ത്രമാണ് ഫൈസന്റെ ഒരു ബലം. അറബി വസ്ത്രവും ആ വാക്കുള്ളത് കൊണ്ടാണ് ഈ റിയൽ എസ്റ്റേറ്റിൽ ഇറങ്ങാനും കാരണം. അറബികൾ അധികം റിയൽ എസ്റ്റേറ്റ് നിർത്തിയോ? ഇനി ഇല്ലേ? ഇനി അടങ്ങി ഒതുങ്ങി. ഇനി എന്താണ്? അതാണ് നല്ലത്. ഇനി എന്താണ്? ഇനിയിപ്പം ഈ സമയത്ത് ഒരു ജേർണലിസം പഠിക്കണം എന്നുണ്ട്. പത്രപ്രവർത്തനാണ് ഇറങ്ങാണ്. ഇനിയിപ്പം അതാണ് ഒരു ചാനലോ പത്രം തുടങ്ങോ? ചാനൽ തുടങ്ങണം. ഉള്ള ചാനലുകാർക്ക് തന്നെ ആവശ്യമില്ലാത്തതുകൊണ്ട് അന്നൊക്കെ ഇങ്ങനത്തെ അല്ലെങ്കിൽ വിടുവോ? അല്ല, ഒരു 3 ചാനലായി കേരളത്തിലുള്ളതെങ്കിൽ ഈ ഫയാസ് ആവോ? എന്തൊക്കെ ന്യൂസിന്റെ കൊടുക്കാൻ? ജയിലിൽ പല സാധനങ്ങളും വിദ്യകളും പഠിപ്പിക്കുന്നു പറഞ്ഞിട്ട് എന്ത് വിദ്യയാണ് പുതുതായിട്ട് ജയിലിൽ നിന്ന് പഠിച്ചത് ഫൈസ്? ജയിലിന് എൻ്റെ ജീവിതം തന്നെ, എൻ്റെ ലൈഫ് പഴയത് എനിക്ക് നന്നായിട്ട് അറിയാം. രാവിലെ ചപ്പാത്തിയും ആ കടലക്കറിയും ഒക്കെ, കടല വാട്ടർ എന്ന് പറയാം. കടലക്കറി എന്നതിന് പറയാൻ പറ്റില്ല. കടല വാട്ടറും വെള്ളത്തിലേക്ക് കടലയിടും. വെള്ളത്തിൽ കടലയിട്ട്. പിന്നെ ഉച്ചയ്ക്ക് പക്ഷേ സർക്കാർ അവിടെ കൊടുക്കുന്നതൊക്കെ അടിപൊളിയായിട്ടാണ്. പക്ഷെ അതിൻ്റെ 4-1 ഭാഗം പോലും തടവുകാർക്ക് കിട്ടില്ല. ഈ സർക്കാർ തന്നെ ഓരോ പ്രാവശ്യവും 2 തവണ ഓരോ വർഷം കേരള പിറവിയിൽ ജയിൽ തടവുകാർക്ക് ആനുകൂല്യം കൊടുത്തിരുന്നു. 1 വർഷത്തെ ഒരു ഇളവ് കൊടുക്കും. ബാലകൃഷ്ണപിള്ളയുള്ള സമയത്ത് ആ കറക്റ്റ് 2 വർഷം കൊടുത്തിരുന്നു. ഇപ്പം ഞാൻ കുറവ് പ്രായമായ തടവുകാർ ഈ സമയത്ത് എല്ലാവരും വളരെ പ്രയാസത്തിലായിരുന്നു. ഞാൻ 2 ദിവസമായിട്ടുള്ളൂ ഇറങ്ങിയിട്ട്. ഈ കേരള പിറവി ഇതുവരെ ജയിലിൽ അതിനുശേഷം കേരളം പിറന്നിട്ടില്ല. ബാലകൃഷ്ണപിള്ള ജയിലിലുള്ള സമയത്ത് 2 വർഷം കൊടുത്തു. 1 വർഷം ഒരു കേരള പിറവിക്ക് 1 വർഷത്തെ ഇളവ്, അങ്ങനെ 2 വർഷം കിട്ടി. 1 മാസം പോലും ഈ പ്രാവശ്യം കൊടുത്തില്ല. ഏതെങ്കിലും VIP മന്ത്രിയോ ജയിലിൽ വന്നാൽ മാത്രമേ ജയിലിൽ എന്തെങ്കിലും ആനുകൂല്യങ്ങളും എന്തെങ്കിലും കിട്ടണമെങ്കിൽ അതായിരിക്കണം. 75 വയസ്സിന് മുകളിലുള്ള തടവുകാരെ വിട്ടയക്കാന്നുള്ള ഇതിലാണ് ലക്ഷ്മണ എന്ന് പറയുന്ന പുള്ളി IG വിട്ടത്. 90-100 വയസ്സായ ആൾക്കാർ വരെ ആ ജയിലിൽ കിടക്കുന്നുണ്ട്. പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്ന ഫൈസ് 415 ദിവസം മുമ്പുണ്ടായിരുന്ന ഫൈസ് അല്ല, പുതിയ ഫൈസാണ്.
100%. ഇനി ഞാൻ പുതിയ പുതിയ ഫൈസ് മീൻസ് ഞാൻ ഒരുപാട് കുറ്റങ്ങൾ ചെയ്തിട്ട് വന്നല്ല ഉദ്ദേശിക്കുന്നത്. എൻ്റെ ലൈഫിൽ എന്ത് മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുന്നത്? സാധാരണക്കാരൻ്റെ നിങ്ങൾ പറഞ്ഞിട്ടല്ലോ, ഇനിയിപ്പം ഇനി കപ്പൽ മാർഗം ദുബൈ പോകാൻ പറ്റുകയാണെങ്കിൽ അതിൽ പോവാം, ഫ്ലൈറ്റൊക്കെ ഒഴിവാക്കുക എന്നുള്ളതാണ്. തമാശയായിട്ട് പറയില്ല, ഇവിടെ തന്നെ ഒതുങ്ങി കേരളത്തിൽ എവിടെയെങ്കിലും ചെറിയൊരു എന്തെങ്കിലും കൂടി ജീവിച്ചങ്ങ് പോകാമെന്നുണ്ട്. ഇനി ഈ ഗ്ലാമറിലും ലൈം ലൈറ്റിലും വരാൻ ആഗ്രഹമില്ല. സൗഹൃദങ്ങളുടെ നിങ്ങളായിട്ട് ഉണ്ടാക്കിയതാണ്. ഇതെൻ്റെ ഫേസ്ബുക്കിലുള്ള ഫോട്ടോസ്, ഈ കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ. ഫേസ്ബുക്കിലുള്ള ഒരുപാട് ഫോട്ടോകൾ ഞാൻ ഒഴിവാക്കി. എന്താ കാരണം അറിയോ? ഒരുപാട് ആൾക്കാരുമായിട്ട് തുളച്ചാട്ടിരിക്കുന്ന ഫോട്ടോകളൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അതിന് നന്ദി. എന്തായാലും ഫേസ് ഈ അഭിമുഖമാകുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളെ പരാമർശിച്ച ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറയില്ല, എനിക്ക് ചോദിക്കേണ്ടി വരുന്നു. ചോദിച്ചു ഞാൻ, അതിന് താങ്കൾ മറുപടി പറഞ്ഞു. നമുക്ക് ഈ എല്ലാ അഭിമുഖത്തിൻ്റെയും പ്രത്യേകത എന്ന് വെച്ചാൽ ആ അഭിമുഖം നമ്മൾ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുകയാണ്. ഞാൻ പറയില്ലേ, ഫേസ് എന്നുള്ള പ്രേക്ഷകർ അറിയണം ഞാൻ ആരാന്നുള്ളത്. ഒരു സാധനം തന്നെ 100 പ്രാവശ്യം പറയുമ്പോൾ ഓട്ടോമാറ്റിക് വിശ്വസിച്ചു പോകും. എനിക്ക് എന്നെ കൺവിൻസ് ചെയ്യാനല്ലേ ഞാൻ വന്നത്. എൻ്റെ റിലേറ്റീവ്, എൻ്റെ ചില കസിൻ ബ്രദേഴ്സ് പോലും എന്നെ കാണാൻ വന്നിട്ടില്ല. അവർക്ക് പോലും സംശയമായി TP വധോ, ആ പാവത്തിന് ഞാൻ എന്തിന്, ആർക്ക് വേണ്ടി? എനിവേ, ഇത്രയും നേരം ഫൈസ് താങ്കൾ ഞാൻ ചോദിച്ച ചോദ്യങ്ങളോട് താങ്കൾക്ക് കഴിയാവുന്ന രീതിയിൽ താങ്കൾ നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്, താങ്കൾക്ക് പറ്റാവുന്ന രീതിയിൽ പ്രതികരിക്കാൻ പറ്റുള്ളൂ. 2, താങ്കൾ ഇങ്ങനെ മറുപടി പറയണമെന്ന് എനിക്ക് യാതൊരു ശാഠ്യവുമില്ല. താങ്കൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ താങ്കൾ എന്നോട് പ്രതികരിച്ചു. ആ പ്രതികരണങ്ങൾ, അതിന് നിജസ്ഥിതി മനസ്സിലാക്കേണ്ടത് പ്രേക്ഷകരാണ്. പ്രേക്ഷകർ മനസ്സിലാക്കട്ടെ. എനിക്കൊറ്റ കാര്യം പറയാനുള്ളൂ. ഒരുപക്ഷെ പുതിയ ജീവിതം തിരിച്ചറിഞ്ഞ ഫേസ് താങ്കൾ എന്താണോ ഇപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞത്, ആ ജീവിത പന്താവിൽ താങ്കൾക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇരട്ടക്കൊലപാതകം, കേരളത്തിലേക്ക് ഒഴുകുന്ന സ്വർണം, ഇതിനൊക്കെ പിന്നിലുള്ള യഥാർത്ഥ ഹസ്തങ്ങളെ പുറത്തു കൊണ്ടുവരാനുള്ള ഒരു സൂപ്പർ ഡിറ്റക്റ്റീവായിട്ട് 100% സൂപ്പർ ഡിറ്റക്റ്റീവായിട്ട് താങ്കൾ മാറട്ടെ. ആ ഡിറ്റക്റ്റീവിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഇത്രയും സമയം ഞങ്ങളുമായി പങ്കിട്ടതിന് ഒരുപാട് നന്ദി.